പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തി കൊണ്ട് കഴുത്തറുത്താൽ എല്ലാവർക്കും മനസ്സിലാവും, ആള് മരണപ്പെടും, രക്തം വരും. പക്ഷെ പൂവമ്പഴം വെച്ചിട്ട് കഴുത്തറക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇത് പഴയ പ്രയോഗ പണ്ടത്തെ ആൾക്കാരുടെ. ആ പണിയായിരുന്നു എനിക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനു പടച്ചനെ ഈ ചങ്ങാതി ഇങ്ങനെ പ്രയാസത്തിലാക്കുന്നത്? എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പ്രത്യക്ഷത്തിലില്ല. പിന്നീട് ഞാൻ ചില ചർച്ചകൾ ചില ആളുകളുമായി നടത്തിയപ്പോഴാണ് പറഞ്ഞതെന്താ, ഞാനന്ന് കടന്നൽ രാജ്യമാണ്. CPM യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, സൈബർ സഖാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എന്താ പറയാ പിന്തുണ എനിക്ക് കേരളത്തിലൊട്ടാകുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. എവിടെ പോയാലും സഖാക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്പം മലബാറിൽ നിന്ന് വരാനുള്ള ഭാവിയിൽ അവന്റെ കണക്കൂട്ടലാണ്, എന്റെ കണക്കൂട്ടലല്ല. അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തിന്റെ ഒരു തടസ്സമായിട്ട്, ഒരു കണ്ണിലെ കരടായിട്ട്, ഒരു കാലിൽ തടയുന്ന ഒരു സാധനമായിട്ട് PV അൻവർ വളർന്നു വലുതാകാനുള്ള സാധ്യത കാണുകയാണ്. അപ്പൊ അൻവറിനെ വെട്ടണം, അൻവറിനെ തടുക്കണം. ആകെ വെട്ടി നിരത്തിയല്ലോ. ഇപ്പം മരുമാനു വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നു? കണ്ണൂരിലെ എല്ലാ ജയരാജന്മാരെയും മുക്കിലാക്കിയില്ലേ? ഇപ്പൊ ഒരു സെക്രട്ടറി അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ എവിടുന്നാ വന്നത്. കോഴിക്കോട് എന്താ ചെയ്തത്? കോഴിക്കോട് ആദ്യം സഖാവ് എളമരം കരീമിനെ വെട്ടി മൂലക്കാക്കി സൈഡാക്കി. നിങ്ങളറിയാം, അദ്ദേഹത്തെ ഇപ്പൊ കാണാറുണ്ടോ? അതിന് ചെറിയ സഹായം മോഹനമാഷ എടുത്തു. ഇപ്പൊ മോഹനമാഷയും വെട്ടി സൈഡാക്കി. ഇപ്പൊ മൂപ്പരുടെ സന്തത സഹചാരി ഒരു മെഹബൂബ പാർട്ടിയുടെ സെക്രട്ടറി. പിന്നെ ആകെ ബാക്കിയുണ്ടായിരുന്നത് പ്രദീപ് കുമാറാണ്, മുൻ MLA. സംസ്ഥാന കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, സ്റ്റേറ്റ് കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. എന്നാലും കോഴിക്കോട് ജില്ലയിലെ സഖാക്കളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ്. അയാളെ ശല്യം കൂടി നീക്കണം. നമ്മൾ ഈ കായലിനൊക്കെ ചണ്ടി നീക്കുന്നുണ്ടല്ലോ വെള്ളം തെളിയാൻ. അപ്പൊ മൂപ്പർക്ക് ഒരു പണിയെടുത്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ക്ലർക്കിന്റെ പണിയെടുത്ത് മൂപ്പര് അങ്ങോട്ട് വിട്ടു. ഇപ്പൊ ഗ്രൗണ്ട് ക്ലിയർ ആണ്.